കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണ സംഘം പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയേക്കും. പെൺകുട്ടിയുടെ ആൺസുഹൃത്തായ ബഷീറുദ്ദീനെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാൾക്കെതിരെ കുട്ടിയുടെ സുഹൃത്തുക്കളും മൊഴി നൽകിയിരുന്നു. സമീർ സി മുഹമ്മദാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. സമീർ, ഗുഡ് മോർണിംഗ്. സമീർ, ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ പെൺകുട്ടിയും ഇയാളുമായുള്ള ബന്ധത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ മൊബൈലിൽ നിന്ന് കിട്ടിയ ചില സന്ദേശങ്ങൾ അതൊക്കെ തന്നെ ഇയാൾക്കെതിരായ തെളിവായി മാറിയിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതുതായി എന്തെല്ലാം വിവരങ്ങളാണ് ഇപ്പോൾ സുഹൃത്തുക്കളുടെ പരാതി ഉൾപ്പെടെ വരുന്നത്? എരഞ്ഞിപ്പാലത്ത് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് ഇപ്പോൾ സുഹൃത്തിനെ ഇന്നലെ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ ഈ കുട്ടിയുടെ സുഹൃത്തുക്കൾ മൊഴി നൽകിയിട്ടുണ്ട്. അതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ചോദ്യം ചെയ്യൽ ഉണ്ടാവുക. 3 വർഷങ്ങളായി ഇരുവരും തമ്മിൽ സൗഹൃദമുണ്ടായിരുന്നു. അതിനിടയിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും ഇരുവർക്കുമിടയിൽ നിലനിന്നിരുന്നു എന്നാണ് യുവതിയുടെ ആത്മഹത്യയ്ക്ക് ശേഷം വന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് പ്രതിയെ ഇന്നലെ ആൺസുഹൃത്തായ ബഷീറുദ്ദീനെ ഇന്നലെ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത്. സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സമീർ, കൂടുതൽ വിവരങ്ങൾ. സമീർ, ഗുഡ് മോർണിംഗ് സ്മിത. റീജിത്ത്, ഞായറാഴ്ച രാത്രി 8:30 എരഞ്ഞിപ്പാലത്തെ വാടക വീട്ടിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അത്തോളി സ്വദേശിയായിട്ടുള്ള ഐഷ റഷ എന്ന 21-കാരിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജിം ട്രെയിനർ കൂടിയായിട്ടുള്ള ആൺസുഹൃത്തിൻ്റെ വീട്ടിലായിരുന്നു ഈ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ടാണ് കണ്ണാടിക്കൽ സ്വദേശിയായിട്ടുള്ള ബഷീറുദ്ദീനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാൾ ജിം ട്രെയിനറാണ്. അതുപോലെ തന്നെ ഏറെ നാളായിക്കൊണ്ട് കോഴിക്കോട് നഗരത്തിൽ പ്രവർത്തിച്ചു വരുന്ന വ്യക്തി കൂടിയാണ്. ഇവർ തമ്മിൽ 3 വർഷമായുള്ള സൗഹൃദമായിരുന്നു. പിന്നീട് ഈ പെൺകുട്ടി മംഗലാപുരത്ത് പഠിക്കാനായി പോയി. തെറാപ്പിസ്റ്റ് കോഴ്സിനാണ് അവിടെ പഠിക്കാൻ പോയിരുന്നത്. അവിടെ നിന്ന് ഇടയ്ക്ക് ഇവിടെ കോഴിക്കോട് വരാറുണ്ടായിരുന്നു. വളരെ സൗഹൃദത്തിലുമായിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് ഇവർ തമ്മിൽ ചില വിഷയങ്ങൾ ഉണ്ടായി. ആ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വലിയ രീതിയിൽ ഈ പെൺകുട്ടിക്ക് മർദ്ദനമേൽക്കുന്ന സാഹചര്യമുണ്ടായത്. പിറകെയാണ് പെൺകുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ വിശദമായ ചോദ്യം ചെയ്യലും അതുപോലെ തന്നെ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളും പോലീസ് ശേഖരിച്ചിരുന്നു. ഈ പെൺകുട്ടിയുടെ മരണത്തിന് കാരണക്കാരൻ ഇയാൾ തന്നെയാണ്, ബഷീറുദ്ദീൻ തന്നെയാണ് എന്ന് കുടുംബം തന്നെ നേരത്തെ ആരോപിച്ചിരുന്നു. മാത്രമല്ല ബ്ലാക്ക്മെയിൽ ചെയ്തും അതുപോലെ തന്നെ മറ്റേ തരത്തിൽ ശാരീരിക പീഡനങ്ങൾ ഏൽപ്പിച്ചും പെൺകുട്ടിയെ ബുദ്ധിമുട്ടിച്ചിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഈ കുടുംബം മുന്നോട്ട് വെച്ചിരുന്നു. അതിനിടയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് പോലീസിന് കണ്ടെടുക്കാൻ കഴിഞ്ഞത്. അത് ഈ യുവതിയുടെ വാട്സപ്പ് സന്ദേശങ്ങളാണ്. തൻ്റെ മരണത്തിന് ഉത്തരവാദി ബഷീറുദ്ദീനാണ് എന്ന് വ്യക്തമാക്കുന്ന ചില സന്ദേശങ്ങളുണ്ടായിരുന്നു. ആ വാട്സാപ്പ് ചാറ്റുകളാണ് പോലീസ് കണ്ടെടുത്തത്. അതിൻ്റെയും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ, കൂടാതെ മംഗലാപുരത്ത് നിന്ന് വന്നിട്ടുള്ള ചില സുഹൃത്തുക്കളും പോലീസിനോട് മൊഴികൾ നൽകിയിരുന്നു. ഈ പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ നൽകിയ ആ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വൈകിട്ടോടുകൂടെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിക്കൊണ്ട് ബഷീറുദ്ദീനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒപ്പം തന്നെ ഇയാളുടെ 2 മൊബൈൽ ഫോണുകൾ, അതുപോലെ ഒരു ലാപ്ടോപ്പ് എന്നിവ കണ്ടെടുത്തിട്ടുണ്ട്. ഏതാനും മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്തു എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അതുകൂടെ റിക്കവർ ചെയ്യേണ്ടതുണ്ട്. അതിനായി സൈബർ സെല്ലിൻ്റെയും അതുപോലെ ഫോറൻസിക് വിദഗ്ധരുടെയും കൂടെ സഹായത്തോടു കൂടിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ തുടരുന്നത്. പ്രതിയെ ഇന്നലെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പ്രതിയെ വൈകിയാൽ തന്നെ കസ്റ്റഡിയിൽ വാങ്ങും. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലും തുടർ നടപടികളും ഉണ്ടാകും. റിജിത്ത്, സ്മിത. ശരി, സമീർ സി മുഹമ്മദാണ് കോഴിക്കോട്ട് എന്ന വിവരങ്ങൾ നൽകിയത്. ഈ യുവതിയുടെ വാട്സാപ്പ് ചാറ്റ് അടക്കം തൻ്റെ മരണത്തിന് ഉത്തരവാദി ആൺസുഹൃത്താണ് എന്ന് സൂചിപ്പിക്കുന്ന വാട്സാപ്പ് ചാറ്റ് അടക്കം പോലീസിന് ലഭ്യമായിട്ടുണ്ട്. നിർണായക തെളിവുകൾ ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പോലീസ് തുടർ നടപടിയിലേക്ക് കടക്കുന്നു അന്വേഷണ സംഘം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.